ആരാ അവിടെ മഹാമന്ത്രം കഴിച്ചല്ലേ? പല്ലിനല്ല വില്ലിനെ നമസ്കരിക്കണേ. തുടങ്ങി ബ്രാഹ്മണര് മന്ത്രം ചൊല്ലാനും വിളയ്ക്കാനും തീർക്കാനും ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോ അർജുനൻ ആ വില്ലെടുക്കാൻ പുറപ്പെട്ടു. വരട്ടെ താനെന്തോടി കാണിക്കണേ? അല്ല ഞാൻ ഈ വില്ലെടുക്കാൻ. സുന്ദര, തനിക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റും തോന്നുന്നുണ്ടോ? സുന്ദര, തന്നെ സഹായിക്കാനാ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നൊരു കാര്യം, ഇനിയുള്ള കാലൊന്നും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാന്ന് ഒരാളും നിരീക്കണ്ട. ഒരുമിച്ച് പരിശ്രമിക്കാൻ ഭേദം. ഞാൻ തന്നെ പറ്റിക്കോളൊന്നൊന്നുമില്ല. എന്നാലും അതാ ഭേദം. അപ്പൊ തന്നെ കേട്ടിട്ടില്ലേ ഓരോരുത്തരുടെ കഥകളൊക്കെ? ഒറ്റയ്ക്കാവാം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ജയിക്കും നിരീച്ച് പുറപ്പെട്ട ആരെ കൂട്ടുപിടിച്ചാലും വിരോധമില്ല. വിജയിച്ചു കിട്ടിയാൽ കൊള്ളാന്നുള്ള അവസ്ഥയില്ല. ഇപ്പൊ മത്സരങ്ങളൊക്കെ വീണ്ടും പറയാൻ പോണേ ഉള്ളൂ. അപ്പോഴൊക്കെ അറിയാം ആരൊക്കെ കൂടെ ഉണ്ടാകാന്ന്. എന്തായാലും ഒരു കാര്യം തീർച്ച, ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാമെന്ന് ഒരാളും നിരീക്കണ്ട. അതുകൊണ്ട് ഇതാ ഒരു തല താൻ പിടിച്ചോളാം, മറ്റേ തല ഞങ്ങള് താങ്ങിക്കോളാം. എന്നാ അർജുനൻ എന്തൊന്നും ശ്രദ്ധിച്ചില്ല. അർജുനൻ അറിയാം എനിക്ക് ഒറ്റയ്ക്ക് പറ്റതേ ഉള്ളൂന്ന്. മാത്രമല്ല സഹിതി ഇല്ലാത്ത അനവധി ആൾക്കാരെ കൂടെ കൂട്ടിയാ അത് അബദ്ധാവേ ഉള്ളൂ. പിന്നെടുക്കണ കാര്യമല്ല കേട്ടോ. ഏതൊരു കാര്യമായാലും എത്തുമ്പോഴാവും. അതെ ഒന്ന് നിൽക്കണം. നീ ഞങ്ങള് പറഞ്ഞ പോലെ കേട്ടാലേ മുമ്പോട്ടുള്ളൂ. അങ്ങനെയല്ലല്ലോ പറഞ്ഞ അവിടം വരെ എത്തിക്കാന്നല്ലേ? അതപ്പൊ പറഞ്ഞു. കേൾക്കാണ്ടിരിക്കാൻ നിവൃത്തിയുണ്ടോ? അവര് കഴിവില്ല ഒക്കെ ചടപാട് എന്ന് പറഞ്ഞ് താഴ്ത്തു വീഴും. അപ്പൊ പറഞ്ഞ പോലെ കേൾക്കും. അപ്പഴായിരിക്കും വേറൊരു വിദ്വാൻ അതെ ഞാൻ പറഞ്ഞ പോലെയും കൂടി കേൾക്കണം. നീ ഞാൻ കൈയെടുക്കും തൊഴിൽ ചെയ്യും. അപ്പൊ അയാള് പറഞ്ഞ പോലെയും കേൾക്കും. അവസാനം എന്താവും? ഒക്കെ ബാക്കിയെല്ലാവരുടെ ഇഷ്ടത്തിനാവും. അപ്പൊ തന്നെ കണ്ടില്ലേ ഓരോരുത്തർ കഥകള്? ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, സഖാക്കളാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടുക. എന്നിട്ടോ പകുതിയല്ല മുക്കാഭാഗെത്തിയിട്ടും സഖാക്കളൊക്കെ കൂടി കയ്യെടുത്ത് ഓടാണ്ടായത്. പക്ഷെ ഇതാ ഇല്ലാന്ന് മാത്രം. അപ്പതാ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അന്യരുടെ സഹായത്തിന് പോയിട്ടല്ലേ? മാത്രമല്ല അർജുനൻ അറിയാം ഇത് തനിക്ക് ഒറ്റയ്ക്ക് പറ്റതേ ഉള്ളൂന്ന്. അർജുനൻ തന്റെ അടുത്തേ കൈകൊണ്ട് കോദണ്ഡമാതായ ആ വില്ല് അങ്ങോട്ട് എടുത്തു. ഇത് കണ്ടപ്പോ ബ്രാഹ്മണർക്ക് സന്തോഷായി. സുന്ദരം വില്ലെടുത്തു. അർജുനൻ തന്റെ അടുത്തേ കയ്യിലുള്ള വില്ല് കൊടുത്തു. മേപ്പെട്ടൊരേറെ ഇതൊന്നും ആ ബ്രാഹ്മണനെ ജയിച്ചില്ല.